ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. ഷഫീഖ് അൻസാരി എന്ന് പറയുന്ന മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ഒരു മുൻ കൗൺസിലർ, 58 വയസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ദുര്യോഗം ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് റിപ്പോർട്ട് ചെയ്തു വന്നു. 2021 മാർച്ച് 4 ഒരു യുവതി ഒരു പരാതി കൊടുക്കുന്നു അയാൾക്കെതിരെ. അവരുടെ മകൻ്റെ വിവാഹത്തിന് സഹായം വാഗ്ദാനം ചെയ്തിട്ട് ഇയാൾ അവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതിയാണ്. വളരെ ഗുരുതരമായൊരു പരാതി അത് കൊടുത്തു. അതിൻ്റെ സത്യസ്ഥിതിയൊന്നും നോക്കാതെ 9 ദിവസത്തിന് ശേഷം, അതായത് മാർച്ച് 13 9ാമത്തെ ദിവസം ചെയ്തേക്കുന്ന പോലീസും ഭരണകൂടവും എല്ലാം കൂടെ ചേർന്നിട്ട് ഇയാളുടെ വീട്, അതായത് 4000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു നല്ല വീടാണ്, 2 കോടിയിൽ പരം രൂപ വില വരുന്ന വീടാണ്. അത് ബുൾഡോസർ വെച്ച് ഇടിച്ചങ്ങ് നിരത്തി വഴിയായി. നീതി നടപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ, അയാളുടെ സഹോദരനെയും അയാളുടെ മകനെയും അറസ്റ്റ് ചെയ്തു. 3 മാസം അവർ ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത്. ഗുരുതരമായ ഒരു ഒഫൻസ് അല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ്. അവസാനം പോലീസ് ഇതിനെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അവസാനം കോടതിയിൽ കേസെത്തി. 4 വർഷത്തിന് ശേഷം, അതായത് കഴിഞ്ഞ 14-ാം തീയതി കോടതി അത് വിധി പറയുകയാണ്. 4 വർഷത്തോളമായി വിധി പറഞ്ഞപ്പോൾ ഇയാളെ നിരുപാധികം ഇവരെ വെറുതെ വിട്ടു. വെറുതെ വിട്ടത് മാത്രമല്ല, ആ വെറുതെ വിടുന്നതിനുള്ള കാരണങ്ങളാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. കാരണം ശാസ്ത്രീയമായി യാതൊരു തെളിവും ഈ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിനില്ല. അത് മാത്രമല്ല, അവരുടെ ശരീരത്തു നിന്നോ അവരെ ഈ സ്രവങ്ങളിൽ നിന്നോ ഒന്നും പുരുഷ ബീജം കണ്ടെത്തിയിട്ടേയില്ല പരിശോധിച്ചപ്പോൾ. അങ്ങനെ ഉണ്ടായി. അന്ന് തന്നെ പോലീസ് അതൊക്കെ എടുത്ത് ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ ഒന്നുമില്ല. അത് മാത്രമല്ല, പിന്നെ കോടതി കണ്ടെത്തിയത് ആ അതായത് ഈ ഷഫീഖ് അൻസാരിയുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഈ സ്ത്രീ ആ പറഞ്ഞ ദിവസം പോയിട്ടില്ല. അവർ വേറെ സ്ഥലത്തായിരുന്നു. അത് കോടതി കണ്ടെത്തി. അത് കൂടാതെ അതിൻ്റെ പുറകിലുള്ള കാരണം കൂടെ കോടതി കണ്ടെത്തി. കാരണം മുനിസിപ്പാലിറ്റി, അവിടെ ഇയാൾ ഏതൊരു കൗൺസിലറല്ലേ, മുനിസിപ്പാലിറ്റി ഇവരുടെ വസ്തുവിനെതിരെ, ഈ പറഞ്ഞ സ്ത്രീയുടെ വസ്തുവിനെതിരെ ഉള്ള ഒരു നടപടിയെടുത്തു. അവരുടെയും ഭർത്താവിൻ്റെയും കൂടെ വസ്തുവാണ്, അതിന് ഒരു നടപടിയെടുത്തു. അവർക്ക് വലിയ വൈരാഗ്യമായി. അവരുടെ ധാരണ ഈ ഷഫീഖ് അൻസാരിയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ച് അവരെ ഉപദ്രവിക്കുന്നതെന്നാണ്. അതിനാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബലാത്സംഗ കാർഡെന്ന് പറയുന്നത് അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ എളുപ്പമുണ്ട്. കാരണം പിന്നെ നോക്കിയപ്പോൾ ഒരു പ്രത്യേക മാർഗവും കൂടെയാണ്. ഇയാളുടെ മുസ്ലിം അല്ലേ, അതുകൊണ്ട് ഇയാളുടെ വീട് ഇടിച്ചങ്ങ് നിരത്തുകയാണ്. ആദ്യം നീതി അങ്ങ് നടപ്പാക്കുകയാണ്. അതാണ് അവിടുത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും സുപ്രീം കോടതി ഇതിന് കൂച്ചുവിലക്കിട്ടേക്കുന്നത് കൊണ്ട് ഈ ബുൾഡോസർ രാജ് ഒന്ന് നിന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നില്ല. ഇതിപ്പോൾ 4 വർഷം മുമ്പ് നടന്നതാണ് ആണല്ലോ, ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അവർ ആ വൈരാഗ്യത്തിനാണ് ഈ പരാതി കൊടുത്തിരുന്നത്. ഇത്രയും ഒരു കള്ളപ്പരാതി ഒരു മനുഷ്യൻ്റെ പേര് കൊടുത്തു. അയാളുടെ മാനം മുഴുവൻ കപ്പൽ കയറിയില്ലേ. 58 വയസ്സുള്ള ഒരു മനുഷ്യനാണ് അയാൾ. വളരെ സാധുവായ ഒരാൾ, നല്ല ഒരാളാണ്. അയാൾക്കെതിരെ യാതൊരു ബ്ലാക്ക് മാർക്കും അയാളുടെ ജീവിതത്തിലില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല. അതായത് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗ കാർഡ് ഇറക്കിയാൽ മതിയല്ലോ. അതുപോലെ ഒരുപാട് പരാതികൾ ഈ രീതിയിൽ, ഈ പീഡന പരാതികൾ എന്ന് പറയുന്നത് കള്ളമായിട്ട് വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. ഇവിടെ
അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൻ്റെ പേരിൽ ഇതുപോലെ ഒരു പരാതി കൊടുത്താൽ അത് ക്ലച്ച് പിടിക്കും, റെഡിയാണ്, പിന്നെ അങ്ങ് ശരിയാക്കും. ഇയാൾ കോടതി കയറി ഇറങ്ങി നടന്നു, ഒരു കാര്യമില്ലാതെ 94 ദിവസം അയാൾ ജയിലിൽ കിടന്നു. ഒരു കാര്യമില്ലാതെ, മനസ്സറിഞ്ഞ കാര്യമല്ല. അയാൾ നല്ലൊരു കൗൺസിലറാണ്. അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അയാൾ അത് മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാണിക്കും, അതിന് നടപടിയൊക്കെ എടുക്കും. അത് അയാളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിന് പകരം അയാൾക്ക് വേണ്ടി വന്നതോ 94 ദിവസത്തെ ജയിൽവാസം. അയാളും അയാളുടെ സഹോദരനും അയാളുടെ മകനും അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഈ ബുൾഡോസർ രാജ് ഉപയോഗിക്കുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. ഏതെങ്കിലും ഒരു കേസ് അങ്ങെടുക്കും, കേസ് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യു പിയിലൊക്കെ നടക്കുന്ന കാര്യമാണിത്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് വീട് ഇടിച്ചങ്ങ് നിരത്ത് വേണം. അതാണ് ആദ്യം ചെയ്യുന്നത്. വാസസ്ഥലം ഇല്ലാതാകുകയാണ്. അവർ തെരുവിലോട്ട് പോകണം, മരത്തിൻ്റെ മൂട്ടിൽ കിടക്കണം, അവർക്ക് ഒരു മാർഗവുമില്ല. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ നിർവഹണ സംവിധാനം ഇപ്പോൾ ഉള്ളത് കേട്ടോ. ക്രിമിനൽ കേസ് അതൊന്നും കോടതിയിലൊന്നും ഇവർക്ക് വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഈ പാവപ്പെട്ട ഇതേപോലെ പ്രതിയാക്കപ്പെടുന്നവർക്ക് മാത്രമേ കോടതി വിശ്വാസമുള്ളൂ. മറ്റവർക്ക് കോടതിയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. റെഡിയാക്കി അവൻ്റെ വീട് അങ്ങിടിച്ച് പൊളിച്ചെടുക്കുക. ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ശ്രദ്ധിക്കണം. ഇതേപോലെ വീടുകൾ നശിപ്പിക്കുന്നത് ഈ മധ്യപ്രദേശ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാശം ഉണ്ടാക്കിയേക്കുന്നത് യു പിയിലാണ്. അവിടെ നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ബഹുമാന്യനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അത് ആരുടെയാണെന്ന് വെച്ചാൽ മുസ്ലിം ആയിപ്പോയോ, അവൻ ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വീടങ്ങിടിച്ച് വിളിക്കുക. അപ്പോൾ ആ കുടുംബത്തിലുള്ളവർ അഥവാ ഇയാൾ തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ വീടിടിച്ച് കളയുന്നതാണോ ഇടിച്ചു നിരത്തുന്നതാണോ അതിൻ്റെ പരിഹാരം? എന്തെങ്കിലും ഒരു കാരണവും പറഞ്ഞുകൊണ്ട് വീട് അങ്ങിടിച്ച് വിളിക്കുക. അതാണ് ബുൾഡോസർ കയറ്റി അങ്ങ് തറക്കുക. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആയിരക്കണക്കിന് വീടുകളാണ് യു പി തകർത്തേക്കുന്നത്. ഇവരൊക്കെ തെരുവിലല്ലേ ഇപ്പോൾ. എന്തു ചെയ്യും? ഇത് കണ്ടിട്ട് ഡൽഹിയിൽ ഇത് തന്നെ നടത്തി. ആ ഡൽഹി കലാപം വന്നപ്പോൾ ആ കലാപത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വീടുകൾ മാത്രം നോക്കി തെരഞ്ഞു പിടിച്ചിട്ട് അത് മുഴുവൻ ബുൾഡോസർ കയറ്റി നശിപ്പിച്ചു, ഇടിച്ചു. അവസാനം ഇതിപ്പോൾ പിന്നെ അത് അങ്ങോട്ട് വ്യാപിച്ചത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ ഇത് വന്നപ്പോഴാണ് ഇതിനകത്ത് സുപ്രീം കോടതി ഇടപെട്ടത്. ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി കൊടുത്തത്. ഈ വീടിടിച്ച് പൊളിക്കാൻ ഇവർ ആർക്കും അധികാരമില്ല, അവകാശമില്ല, ചെയ്യാൻ പാടില്ല. സർക്കാർ അത് ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരു വീട് തകർക്കരുത്. ഇപ്പോൾ അതായത് ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ പണിഞ്ഞാണെന്നിരിക്കട്ടെ, പെർമിറ്റ് ഇല്ല, അതില്ലാതെ പണിതു, അല്ലെങ്കിൽ പുറമ്പോക്കി കയറി പണിതു, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ മാർഗത്തിലൂടെ വേണം ആ വീട് ഇടിക്കാൻ. അല്ലാതെ കയറി ഇതേപോലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാരണത്താൽ ആരുടെയും വീട് തകർക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും അതിനൊരു അറുതിയുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് അത് കേൾക്കുന്നില്ല. പക്ഷേ യു പിയിലൊക്കെ ഇപ്പോഴും ഇത് നടന്നു വരുന്നതായിട്ട് പറയപ്പെടുന്നു. എനിക്കറിയില്ല, അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അവിടെ പോയി അന്വേഷിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, യു പിയിലേക്ക് പോയപ്പോൾ സിദ്ദീഖ് അപ്പം പോയത് നമുക്കറിയാമല്ലോ. അയാളൊന്നും ചെയ്യാനില്ല, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അയാൾ അവിടോട്ട് പോയി നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഒരു കാര്യം, നമുക്ക് തരുന്ന കനിഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, റൈറ്റ് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതാണ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രദേശത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശം എത്താൻ. പക്ഷേ യു പിയിൽ എത്താൻ പറ്റത്തില്ല. യു പിക്ക് ഇത് ബാധകമല്ല ഈ ഭരണഘടന. അതാണ് കാര്യം. അവിടെ റൈറ്റ് ടു മൂവ് അവിടെ ഇല്ല. നമുക്ക് ആ അവകാശം നഷ്ടപ്പെട്ടേക്കാണ്. അങ്ങനെ സിദ്ദീഖ് കാപ്പൻ 4 വർഷത്തോളം അല്ലേ അവിടെ കിടന്നിട്ട് ഇറങ്ങി വന്നു. അയാളെന്താ അയാൾ ഒരു ജേർണലിസ്റ്റാണ്, ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അത് പോയതിന് അവിടെ പോകാൻ പാടില്ല. അയാൾ പോരെങ്കിൽ സിദ്ദീഖ് ആയിപ്പോയില്ലേ, അതാണ് അയാളുടെ പ്രശ്നം. ഇതാണ് കാര്യം. അതുകൊണ്ട് അയാൾ ജയിലിൽ കിടന്നു. ഏതായാലും പിന്നെ അവസാനം വളരെ കഷ്ടപ്പെട്ടാണ്, ഒരുപാട് നിയമ നടപടികളിൽ മൂലമാണ് അവസാനമായിട്ട് ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്ത് നടക്കുന്നത്. കള്ളക്കേസ് എടുത്തേക്കാണ്, ഒരു കാര്യമുള്ളതല്ല. അയാൾ എന്ത് ചെയ്തിട്ടാണ്? രാജ്യദ്രോഹം എന്നങ്ങ് പറഞ്ഞാൽ പോരെ, തീർന്നു. അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ രാജ്യദ്രോഹമാണ്. അതാണ് കാര്യം. ഇവർക്ക് രാജ്യവും ഈ നേതാവും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇതൊന്നും ഇതിൻ്റെ വ്യത്യാസമൊന്നും ഇവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. കാരണം ഒരു മുഖ്യമന്ത്രിയെ, അയാളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്, അയാളെ എന്തെങ്കിലും
അയാളെക്കുറിച്ച് അയാളുടെ ചെയ്തികളെക്കുറിച്ചൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്, രാജ്യദ്രോഹം. അതായിരുന്നു എളുപ്പമുണ്ട്. കാരണം അവനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ കിടന്നുകൊള്ളൂല്ലോ, അവൻ്റെ വായടയും, വേറെ മാർഗമില്ല. ഈ ജയിലിൽ ഇനി അയാൾ എന്തായാലും സിദ്ദീഖാപ്പൻ എനിക്ക് ഇനി ഒരിക്കലും യു പി പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒന്ന് പോയി മതിയായി. ഇത്രയും 4 വർഷം കഴിഞ്ഞാണ് പിന്നെ വെളിയിൽ ഇറങ്ങിയത്. അതോടുകൂടി അദ്ദേഹത്തിന് മതിയായി കാണും. ഈ രീതിയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക.